Hi students, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ്. കൂടാതെ അതിന്റെ സ്ട്രാറ്റജീസ് ടു ക്രിയേറ്റ് ലോങ് ടേം ലോയൽറ്റി കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നും കൂടെ പറയുന്നു. ഇതിന് മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വീഡിയോസിന്റെ എല്ലാ ലിങ്കുകളും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. കൂടാതെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെയും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് ലഭിക്കുന്നതാണ്. ഇതെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ നൽകണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. Long-term customer loyalty relationship is the relationship that tempts a customer to voluntarily choose a particular product against another. അപ്പോൾ ഒരു നിർദ്ദിഷ്ട പ്രോഡക്റ്റ്, മറ്റ് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ സ്വമേധയാ ചൂസ് ചെയ്യാൻ കസ്റ്റമറെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയാം. അത് എങ്ങനെയാകുമ്പോഴാണ് ലോങ് ടേം കസ്റ്റമർ ലോയൽറ്റി റിലേഷൻഷിപ്പ് ആകുന്നത്? റിപ്പീറ്റഡ്ലി ഫോർ എ ലോങ് പീരിയഡ്, ഒരു ദീർഘകാലത്തേക്ക് അങ്ങനെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കുമ്പോഴാണ് അതിന് നമുക്ക് ലോങ് ടേം കസ്റ്റമർ ലോയൽറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുക. വിച്ച് ഹെൽപ്സ് ദ മാർക്കറ്റർ ടു ഗെറ്റ് റിവാർഡഡ് ഓഫ് ഹിസ് എഫേർട്സ് ഫോർ എ ലോങ് പീരിയഡ്. അപ്പോൾ അത് മാർക്കറ്ററുടെ എല്ലാ എഫേർട്ടുകൾക്കും ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രതിഫലം കിട്ടുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ അത്രയും എഫേർട്ട് എടുത്തതിന് കുറേ കാലത്തേക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന ടെൻഡൻസി കാണിക്കുമ്പോൾ അവർക്കത് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് മറ്റൊക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. It is a high-level loyalty created by the company due to the interaction with the customer. കസ്റ്റമറുമായിട്ട് ഇടപാട് നടത്തുന്നതിലൂടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഹൈ ലെവൽ ലോയൽറ്റിയാണ് ഇത്. Long-term customer loyalty boosts the sales, increases the number of customers and improves the overall business potential of the company. അപ്പോൾ long-term customer relationship സെയിൽസ് വർദ്ധിപ്പിക്കും, increases the number of customers. അപ്പോൾ നിലവിലുള്ള കസ്റ്റമേഴ്സും തീർച്ചയായിട്ടും ലോയൽ ആണെങ്കിൽ അവർ നല്ല വാക്കുകളായിരിക്കും ആ കമ്പനിയും പ്രോഡക്റ്റിനെ കുറിച്ച് പറയുക. അത് കസ്റ്റമേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കും. ആൻഡ് ഇംപ്രൂവ്സ് ദ ഓവറോൾ ബിസിനസ് പൊട്ടൻഷ്യൽ ഓഫ് ദ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ബിസിനസ് പൊട്ടൻഷ്യൽ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഈ ലോങ് ടേം ലോയൽറ്റി സഹായിക്കുന്നതാണ് പറയുന്നത്. In order to build up long-term customer loyalty relationship, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഈ ഒരു ലോയൽറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി the marketer has to implement strategic decision. മാർക്കറ്റർ കുറെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. The marketer has to be very careful in creating long-term loyalty. long-term loyalty ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാർക്കറ്റർ വളരെ അധികം ശ്രദ്ധാലുവാവേണ്ടതാണ്. അതായത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത്. എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് നോക്കാം. സ്ട്രാറ്റജീസ് ടു ക്രിയേറ്റ് ലോങ് ടേം ലോയൽറ്റി കസ്റ്റമർ റിലേഷൻഷിപ്പ്. Successful salespeople use the engage, win, grow approach to get closer to the customer and continue a positive relationship. കസ്റ്റമറുമായിട്ട് വളരെ അടുത്ത് വരുന്നതിന്, അവരുടെ ഏറ്റവും കൂടെ അടുക്കുന്നതിന്, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിന്, അത് തുടരുന്നതിന് ഒക്കെ തന്നെ വേണ്ടിയിട്ട് ഒരു എൻഗേജ്, വിൻ, ഗ്രോ അപ്രോച്ചാണ് സെയിൽസ് പീപ്പിളുകൾ ഉപയോഗിക്കുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയികളായിട്ടുള്ള സെയിൽസ് പീപ്പിൾ ഉപയോഗിക്കുന്നത്. എൻഗേജ്, വിൻ, ഗ്രോ എന്ന് പറയുമ്പം ഉദ്ദേശിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മാർക്കറ്റ് റിസർച്ച് ചെയ്ത് അവർക്ക് ഡിഫറൻഷിയേറ്റ് ആയിട്ടുള്ള വാല്യൂ കൊടുത്ത് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നത് വരെയൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻഗേജ്, വിൻ, ഗ്രോ അപ്രോച്ചാണ് സക്സസ്ഫുൾ സെയിൽസ് പീപ്പിൾ അപ്ലൈ ചെയ്യുന്നത്. ടു വിൻ മോർ സെയിൽസ് ദേ വാണ്ട് ടു ഓക്കുപ്പൈ മോർ സ്പേസ് ഇൻ ദ കസ്റ്റമർ മൈൻഡ്സ്. കൂടുതൽ സെയിൽസ് നേടണമെങ്കിൽ അവരെന്ത് നേടിയിരിക്കണം? കസ്റ്റമേഴ്സിന്റെ മനസ്സിൽ കൂടുതൽ സ്ഥാനം നേടിയിട്ടുണ്ടായിരിക്കണം. They want to occupy more space in their customers' minds. The strategies or policies or plan of action that can be applied to create long-term loyalty are the following. ഇപ്പോൾ ലോങ് ടേം ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പോളിസീസ് അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്നത് താഴെ പറയുന്നവയാണ്. അതിലൊന്ന് റിസർച്ച് അബൌട്ട് ദ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് റിസർച്ച് നടത്തുക. The marketer has to conduct research about the minds of the customers regarding the buying behavior and purchasing decision. കസ്റ്റമേഴ്സിന്റെ മനസ്സിനെ കുറിച്ച് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ പർച്ചേസിംഗ് ഡിസിഷൻ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചെല്ലാം തന്നെ മാർക്കറ്റർ ഒരു റിസർച്ച് നടത്തേണ്ടതായിട്ടുണ്ട്. He has also studied
he has also to study about his rivals in the market. അതോടൊപ്പം തന്നെ ആ മാർക്കറ്റിൽ അയാളുടെ എതിരാളികളെ മീൻസ് അയാളുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണോ അവരെ കുറിച്ചും കൂടെ പഠിക്കേണ്ടതുണ്ട്. The study should give a clear idea as to what matters most to the customers and the reasons for them to continue as customers of the business. എന്ത് വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് തുടങ്ങിയവയെ സംബന്ധിച്ച് ഈ ഒരു പഠനം വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. The study should give a clear idea. ഇതൊരു ക്ലിയർ ഐഡിയ പ്രൊവൈഡ് ചെയ്യും as to what matters most to the customers. ഏതാണ് കസ്റ്റമേഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ളത്. And the reasons for them to continue as the customers of the business. ആ ഒരു ബിസിനസിന്റെ കസ്റ്റമേഴ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടാവാൻ ഇത് സഹായിക്കും. Then total customer satisfaction. Total customer satisfaction is a business strategy which aims to ensure that the overall customer experience is good in addition to providing a quality product or service. അപ്പോൾ ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻഷുർ ദാറ്റ് ഓവറോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് ഈസ് ഗുഡ്. കസ്റ്റമറുടെ മൊത്തത്തിലുള്ള ഒരു അനുഭവം അത് വളരെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ഏതിന് പുറമെ ഇൻ അഡീഷൻ ടു പ്രൊവൈഡിങ് എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഓർ സർവീസ്, ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, ഒരു സർവീസ് കൊടുക്കുക എന്നതിലൊക്കെ ഉപരിയായിട്ട് കസ്റ്റമർക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള മൊത്തത്തിലുള്ള ഓവറോൾ എക്സ്പീരിയൻസ് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It refers to meeting of every requirement of every customer. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിന്റെയും എല്ലാ ആവശ്യങ്ങളെയും പൂർത്തീകരിക്കാൻ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദിസ് ഈസ് മോർ ദാൻ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനിൽ അപ്പുറമാണ് ഇവിടെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടെക്നിക്കൽ സപ്പോർട്ട്. ഇതിനകത്ത് എന്തെല്ലാം വരും? ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്, സെയിൽസ്മാൻസ് കോമ്പിറ്റൻസ് അല്ലെ, സെയിൽസ്മാൻ നല്ല നൈപുണ്യം ഉണ്ടാവണം, അവർ നല്ല രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, പ്രോഡക്റ്റ് അവൈലബിലിറ്റി അല്ലെ, വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ആ പ്രോഡക്റ്റ് ലഭ്യമാവണം, ആൻഡ് കൗണ്ട്ലെസ് അതർ ഇന്ററാക്ഷൻ വിത്ത് ദ കസ്റ്റമേഴ്സ്, അതുപോലെ കസ്റ്റമേഴ്സുമായിട്ടുള്ള മറ്റനവധി ഇടപെടലുകൾ, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതോടുകൂടി കാര്യം തീരുന്നില്ല, അത് അവർക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് ഒക്കെ തന്നെ അത് അവർക്ക് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഏതെങ്കിലും മെഷീനറീസ് ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മെഷീനറീസ് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ മെഷീനറി മറ്റൊരു സ്ഥാപനമായിരിക്കും ഒരു പക്ഷേ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മൾ ടെക്നിക്കൽ സപ്പോർട്ടും മറ്റൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇങ്ങനെ ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നന്നായിരിക്കുക എന്നുള്ളതാണ് ടോട്ടൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മോണിറ്ററിങ് സാറ്റിസ്ഫാക്ഷൻ മീൻസ് അത് ഫീഡ്ബാക്ക് റിവ്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മോണിറ്ററിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റെഫേഴ്സ് ടു റിവ്യൂയിങ് ഹൗ വെൽ എ കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ ഫോർ ക്വാളിറ്റി സർവീസസ് ആർ ബീയിങ് ഫുൾഫിൽഡ്. ഒരു ക്വാളിറ്റി സർവീസ് എന്നുള്ളതിനെ സംബന്ധിച്ച് കസ്റ്റമർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രതീക്ഷ എന്തുമാത്രം ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് റിവ്യൂ ചെയ്യുക. മീൻസ് അവരുടെ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. നമ്മൾ കൊടുത്തിരിക്കുന്ന സർവീസ് അവർക്ക് എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്, അതെന്തുമാത്രം അവരുടെ ആഗ്രഹപ്രകാരം അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് എ ഹൈലി സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ജനറലി സ്റ്റേസ് ലോയൽ. അപ്പം ഇതിന് കാരണം എന്ന് പറയുന്നത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു കസ്റ്റമർ ആണെങ്കിൽ പൊതുവെ അവർ ലോയലായിട്ട് നിൽക്കും, അവർ പിന്നെയും അതിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കും, ലോങ്ങർ ദീർഘകാലത്തേക്ക് തന്നെ അവർ നിലനിൽക്കും. buys more when the company introduces new and upgraded products. അവർ കമ്പനി കൂടുതൽ വാങ്ങിക്കും, അവർ കമ്പനി പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിലുള്ള പ്രോഡക്റ്റുകൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മെച്ചപ്പെടുന്ന സമയത്തൊക്കെ അവർ കൂടുതൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. ഹി ഓൾസോ ടോക്സ് വെരി ഫേവറബിളി ടു അതേഴ്സ് അബൌട്ട് ദ കമ്പനി ആൻഡ് പ്രോഡക്ട്സ്. കൂടാതെ കമ്പനിയുടെ പ്രോഡക്ട്സിനെ കുറിച്ച് കമ്പനിയെ കുറിച്ചൊക്കെ മറ്റുള്ളവരോട് നല്ല രീതിയിലുള്ള സംസാരം, നല്ല അഭിപ്രായം പറയുകയും കൂടെ ചെയ്യും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ ഇല്ലയോ നോക്കുക, ഇല്ലെങ്കിൽ അതിന് വേണ്ട നടപടിക്രമങ്ങൾ വീണ്ടും എടുക്കുക, വീണ്ടും പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ദെൻ വിഷ്വലൈസ് ദ ഫ്യൂച്ചർ സക്സസ്. ഫ്യൂച്ചർ സക്സസ് എന്താണെന്നുള്ളത് വിഷ്വലൈസ് ചെയ്യുക. ദ മാർക്കറ്റ് ഷുഡ് എയിം അറ്റ് ഹെൽപ്പിംഗ് ദ കസ്റ്റമേഴ്സ് ടു വിഷ്വലൈസ് ദെയർ ഫ്യൂച്ചർ സക്സസ്. കസ്റ്റമറുടെ ഫ്യൂച്ചർ സക്സസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ നീഡ് അതും കൂടെ വിഷ്വലൈസ് ചെയ്യുന്നതിന് കസ്റ്റമേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിന്റെ മറ്റൊരു ലക്ഷ്യം ആവേണ്ടത്. He should also discuss with them as to how to make their vision
എ റിയാലിറ്റി. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ആസ് ടു ഹൗ ടു മേക്ക് ദർ വിഷൻ റിയാലിറ്റി. കസ്റ്റമേഴ്സിന്റെ ഒരു വിഷൻ, ഒരു ആഗ്രഹം എങ്ങനെ ഒരു യാഥാർത്ഥ്യമാക്കിയെടുക്കാം, എങ്ങനെ അത് പൂർത്തീകരിച്ചെടുക്കാം എന്നതിനെ സംബന്ധിച്ച് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് പിന്നീട് കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ദ മാർക്കറ്റർ ഷുഡ് ഓൾസോ എൻലൈറ്റൻ ദ കസ്റ്റമേഴ്സ് ആസ് ടു ദി ചാൻസ് ഓഫ് വാല്യൂ അഡീഷൻ ടു ദെയർ ബിസിനസ് ഓൺ അക്വിസിഷൻ ഓഫ് ദി സ്പെസിഫിക് പ്രോഡക്ട്സ് ഫ്രം ഹിം. അപ്പോൾ ഇവരിൽ നിന്നും ഒരു നിർദ്ദിഷ്ട പ്രോഡക്റ്റ് അക്വയർ ചെയ്യുന്നതിലൂടെ ആ ഒരു കമ്പനിയുടെ വാല്യൂ അഡീഷൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ കസ്റ്റമറെ മാർക്കറ്റർ സൂചിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ വാല്യൂ മെച്ചപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങളതുകൊണ്ട് ബെനിഫിഷ്യൽ ആയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. ദെൻ customer centric. The conversation with the customer should be centered on the interest of the customers and not on the interest of the marketer. അപ്പോൾ കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മാർക്കറ്റർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അവരുടെ താല്പര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അല്ലാതെ മാർക്കറ്ററുടെ താല്പര്യം ആവരുത് അവിടെ മുന്നോട്ട് വെക്കേണ്ടത്. The customer conversation with the customer should be centered on the interest of the customers and not on the interest of the marketer. The marketer should understand what the customers want to accomplish. Marketer എന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്, കസ്റ്റമർക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത്, ആൻഡ് ഹൗ ഹി ക്യാൻ ഹെൽപ്പ് ദം ഇൻ അച്ചീവിംഗ് ദെയർ ഗോൾസ്. കസ്റ്റമേഴ്സിന്റെ ലക്ഷ്യം എന്താണോ, ഗോൾസ് എന്താണോ അച്ചീവ് ചെയ്യുന്നതിന് എങ്ങനെ അവരെ സഹായിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാർക്കറ്റർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർ ദ പർപ്പസ് ദ മാർക്കറ്റർ ഷുഡ് പ്രയോറിറ്റൈസ് ദ കസ്റ്റമേഴ്സ് ടാർഗറ്റ്സ്, നീഡ്സ് ആൻഡ് ഗോൾസ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മാർക്കറ്റർ മുൻഗണന കൊടുക്കേണ്ടത് കസ്റ്റമറുടെ ടാർഗറ്റ്സിനും നീഡ്സിനും ഗോൾസിനും ഒക്കെയാണ്. അപ്പം അങ്ങനെ പ്രാധാന്യം കൊടുത്ത് അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ട് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും അതിനനുസരിച്ച് അവർക്ക് സർവീസുകൾ കൊടുക്കുന്നതിനൊക്കെ സ്ഥാപനത്തിന് സാധിക്കും. അതെല്ലാം തന്നെ അവരിൽ ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. അങ്ങനെ ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ value differentiation. The marketer should convince the customer that the product or service offered will be capable of fulfilling the customer's goals. A marketer എപ്പോഴും കസ്റ്റമറെ കൺവിൻസ് ചെയ്യിക്കണം that the product or service offered will be capable of fulfilling the customer's goals. കസ്റ്റമേഴ്സിന്റെ ഗോൾ എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അത് പൂർത്തീകരിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള, ക്യാപ്പബിലിറ്റിയുള്ള സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണ് ഈ നൽകുന്നത് എന്നുള്ളത് കസ്റ്റമർ അവർ ബോധ്യപ്പെടുത്തിയിരിക്കണം. അതായത് മറ്റുള്ളവരെക്കാളും എന്തൊക്കെയോ സംതിങ് ഡിഫറെന്റ് ആയിട്ട് ഉള്ളൊരു വാല്യൂ ഞങ്ങളുടെ പ്രോഡക്റ്റിനുണ്ടെന്ന് അവരെ കൺവിൻസ് ചെയ്യിക്കണം. അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കി നിന്നാൽ മാത്രം പോരാ. ആൻഡ് ഈസ് ലൈക്ലി ടു ബി സസ്റ്റൈനബിൾ ഫോർ എ വെരി ലോങ് പീരീഡ്. ഇത് വളരെ ദീർഘകാലത്തേക്ക് നിലനിൽക്കും എന്നുള്ള കാര്യം കൂടെ അവരെ ബോധിപ്പിക്കേണ്ടതുണ്ട്. He should be able to instill a feeling of confidence that the product or service would give a unique value to the customer. ഈ ഒരു പ്രോഡക്റ്റും സർവീസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു യുണീക്ക് വാല്യൂ തന്നെയാണ് അവിടെ കിട്ടുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റുള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാല്യൂ തന്നെ അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കുറെ നമ്മുടെ ആ ഒരു വിശ്വാസങ്ങളാണ് നമുക്കൊരു പ്രോഡക്റ്റിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്നതിലപ്പുറം. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ പ്രോഡക്റ്റിനെക്കാളും സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ആ ഒരു പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള ടെൻഡൻസി കസ്റ്റമേഴ്സ് കാണിക്കുക. ആൻഡ് ഗ്രോത്ത് ഓഫ് സെയിൽ. ലോങ് ടേം റിലേഷൻഷിപ്പ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് നോട്ട് ജസ്റ്റ് ബൈ സെയിൽ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് വിൽക്കുന്നതിലൂടെ, അത് വിറ്റാൽ മാത്രം നമുക്ക് എന്തുണ്ടാവാൻ പറ്റില്ല, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടില്ല. ബട്ട് ബൈ ഡെവലപ്പിംഗ് ദ സ്ട്രോങ്ങസ്റ്റ് പോസിബിൾ റിലേഷൻഷിപ്പ് ആൻഡ് ഓപ്പണിംഗ് ദ ഡോർസ് ഫോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. മറിച്ച് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുക എങ്ങനെയാണ്? നല്ല ശക്തമായിട്ടുള്ള സാധ്യമായ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വാതിൽ തുറന്നു കൊടുക്കുന്നതിലൂടെ, മീൻസ് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ ലോങ് ടേം റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കസ്റ്റമേഴ്സ് ഡു നോട്ട് ലൈക്ക് സെയിൽസ് പീപ്പിൾ ഹു വാനിഷ് ആഫ്റ്റർ ദ സെയിൽ. വിൽപ്പന കഴിഞ്ഞ ഉടനെ അപ്രത്യക്ഷമാകുന്ന സെയിൽസ് പീപ്പിളിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. ദേ എക്സ്പെക്ട് സെയിൽസ് പീപ്പിൾ ടു ഡെലിവർ ദ വാല്യൂ ദേ പ്രോമിസ്. സെയിൽസ് പീപ്പിൾ അത് വിൽക്കുന്ന സമയത്ത് കുറേ പ്രോമിസ് നടത്തിയിട്ടുണ്ടാവും. അവർ പ്രോമിസ് ചെയ്ത ആ വാല്യൂ എല്ലാം തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ടു മെയിൻറ്റെയിൻ എ റിലേഷൻഷിപ്പ് ആഫ്റ്റർ ദ ഇനീഷ്യൽ സെയിൽ. തുടക്കത്തിലുള്ള ആ വിൽപ്പനയ്ക്ക് ശേഷവും ആ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ജസ്റ്റ് സാധനം വിൽക്കൽ മാത്രമല്ല, അതിനുശേഷം തുടർന്നും അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, അല്ല റിപ്പയറിങ്ങോ മറ്റോ വേണ്ടി വരും, അതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ അവർക്ക് കിട്ടുന്ന രീതിയിലൊക്കെ ഉള്ളൊരു ബന്ധം അവർ സെയിൽസ് പീപ്പിളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സെയിൽസിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാനും നല്ല ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ എക്സ്പാൻഡ് ദ റിലേഷൻഷിപ്പ്, ബന്ധം വിപുലീകരിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ the marketer should try to realize what value that the customer has secured by acquiring the product or service. ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അക്വയർ ചെയ്തതിലൂടെ എന്ത് വാല്യൂ ആണ് കസ്റ്റമർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ മാർക്കറ്റർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് ഗുണമാണ്, എന്ത് ബെനിഫിറ്റാണ് അവർക്ക് ഉണ്ടായതെന്നുള്ളത് മാർക്കറ്റർ കണ്ടെത്തേണ്ടതുണ്ട്. He should also try to help the customer to attain additional success over time. അപ്പോൾ ഇപ്പോൾ ഉണ്ടായതിന് പുറമെ അഡീഷണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അഡീഷണൽ സക്സസ്സും കൂടെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് മാർക്കറ്റർ സഹായിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ അനലൈസിങ്, എങ്ങനെ ഇത് കൊടുക്കാൻ സാധിക്കുക? ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ അനലൈസിങ് ദ ഇൻസൈറ്റ്സ് ഓർ ദ റിസൾട്ട്സ് ദാറ്റ് ഹാസ് ബീൻ ഗെയിൻഡ് ത്രൂ റിസർച്ച് ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് കസ്റ്റമേഴ്സ്. റിസർച്ചിലൂടെയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസിലൂടെയൊക്കെ തന്നെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന റിസൾട്ടുകൾ, ഇൻസൈറ്റുകൾ ഇവയൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അവരുടെ പുതിയ പുതിയ നീഡ്സ് എന്തൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സർവീസുകളും മറ്റുമൊക്കെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ മാർക്കറ്റർക്ക് സാധിക്കും. അങ്ങനെ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധം അങ്ങനെ വലുതാക്കി കൊണ്ടുവരിക, എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോങ് ടേം ലോയൽറ്റി റിലേഷൻഷിപ്പിനുള്ള സ്ട്രാറ്റജീസ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടാസ്ക്, അതുപോലെ കൺസ്യൂമർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.